നമസ്തേ. പ്രാർത്ഥന. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. പ്രിയ ഛാത്രാः, സർവേ കുശലിനः ഖലു? ദശമീകക്ഷ്യായാം സംസ്കൃതപഠനാർത്ഥം സ്വാഗതം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു इति आप्तवाक्यं सर्वे स्मरन्ति किल? आम्, उत्तमं. सर्वे सुखिनो भवन्तु तद्वत् सर्वे सुखमिच्छन्ति. सुखम् इत्यस्य स्वास्थ्यम् अथवा आरोग्यम् इत्यर्थः. स्वास्थ्यं मानसिकं शारीरिकं च द्विधा वर्तते. शारीरिक आरोग्यपरिपालने वयं व्यायामः मिताहारः च पालनीयम्. आयुरारोग्यसौख्यं नाम प्रथमपाठे एतद् विषयः परामृष्टः. तद् सर्वे स्मरन्ति? अस्तु. अनन्तरं मानसिकारोग्याय किं किं करणीयं वक्तुं शक्यते वा? आं, ध्यानं, सत्सङ्गः अथवा सज्जनसंसर्गः, सङ्गीतादिकलास्वादनम् इत्यादयः. रोगचिकित्साविषये म्यूसिक् तेरापि इति विभागमपि अस्ति. भारते प्रधानतया हिन्दुस्तानीसङ्गीतं, कर्णाटकसङ्गीतम् इति द्वौ विभागौ स्तः. कर्णाटकसङ्गीतलोके प्रथमगणनीयो भवति त्यागराजस्वामिः. तस्य सङ्गीतोपासकस्य जीवितमधिकृत्य किञ्चित् पठामः. सर्वे पुस्तकं पश्यन्तु. षष्ठमः पाठः, रागसुधारस. आमुखं. सर्वेषां प्राणिनां हृदयावर्जकसमर्थं भवति सङ्गीतमिति सुविदितमेव. प्रोक्तं च अभियुक्तैः शिशुर्वेत्ति पशुर्वेत्ति वेत्ति गानरसं फणी इति. भारतीयासु 64 कलासु सङ्गीतस्य प्रथमस्थानं वर्तते. गान्धर्वविद्या इति नामान्तरेण प्रसिद्धायाः सङ्गीतविद्यायाः उपासकाः बहवः सन्ति. तेषु अन्यतमः अर्वाचीनश्च अस्ति त्यागराजस्वामी. कर्णाटकसङ्गीतलोके कनिष्ठिकाधिष्ठितं स्थानम् अलङ्करोति अयं महात्मा. सङ्गीतज्ञं त्यागराजमधिकृत्य बहूनि ऐतिह्यानि प्रथितानि. तेषु प्रसिद्धमेकम् अत्र प्रस्तूयते. आशयं पश्यन्तु. सर्वेषां प्राणिनां हृदयावर्जकसमर्थं भवति सङ्गीतं. സർവേഷാം പ്രാണിനാം, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയാവർജകസമർത്ഥം, ഹൃദയത്തെ കീഴടക്കാൻ പര്യാപ്തമാണ് സംഗീതം എന്ന വസ്തുത സുവിദിതമേവ, സുവിദിതമാണല്ലോ, സുവ്യക്തമാണല്ലോ. പ്രോക്തം ച അഭിയുക്തേ ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം ഫണി ഇതി. ശിശു, കുഞ്ഞുങ്ങൾ. ശിശുർവേത്തി ഗാനരസം. ശിശുക്കൾ, കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഗാനരസം അറിയുന്നത്? അമ്മമാർ താരാട്ട് പാടി കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾ ആ പാട്ടിൽ ലയിച്ച് ഉറങ്ങുന്നു. പശുർവേത്തി, ഇപ്പോൾ പശുക്കളും സംഗീതത്തിൻ്റെ രസം അറിയുന്നു എന്നാണ്. ശ്രീകൃഷ്ണൻ്റെ വേണുനാദം കേട്ട് വൃന്ദാവനത്തിൽ പുല്ല് തിന്നുകൊണ്ടിരുന്ന പശുക്കൾ അവ ചവയ്ക്കുന്നത് നിർത്തി വേണുനാദത്തിൽ ലയിച്ചു നിന്ന കഥ ശ്രീകൃഷ്ണവിലാസം മഹാകാവ്യത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഫണി, ഫണം യസ്യ സഹ ഫണി, ഫണി അപി ഗാനരസം വേത്തി. പാമ്പുകളും ഗാനരസം ആസ്വദിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. ഭാരതീയാസു 64 കലാസു സംഗീതസ്യ പ്രഥമസ്ഥാനം വർത്തതെ. ഭാരതത്തിൽ നിലനിൽക്കുന്ന 64 കലകളിൽ 64 കലാസു സംഗീതസ്യ പ്രഥമസ്ഥാനം വർത്തതെ. ഭാരതത്തിൽ നിലനിൽക്കുന്ന 64 കലകളിൽ ഏറ്റവും പ്രധാനം സംഗീതമാകുന്നു. ഗാന്ധർവവിദ്യ ഇതി നാമാന്തരേണ പ്രസിദ്ധായാः സംഗീതവിദ്യായാः ഉപാസകാः ബഹവഃ സന്തി. ഗാന്ധർവവിദ്യ എന്ന് അപരനാമമുള്ള സംഗീതവിദ്യയുടെ ഉപാസകന്മാരായി ധാരാളം ആളുകളുണ്ട്. ഗാന്ധർവവിദ്യ എന്ന് പറയാൻ കാരണം ദേവലോകത്തെ ഗായകന്മാരാണ് ഗന്ധർവന്മാർ. സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗാന്ധർവവേദം. അപ്പോൾ ഈ ഗാന്ധർവ വിദ്യയുടെ ഉപാസകരായതുകൊണ്ടാണ് സംഗീതത്തിന് ഗാന്ധർവ വിദ്യ എന്ന് മറ്റൊരു പേര് കൂടി ഉള്ളത്. അപ്പോൾ ധാരാളം സംഗീതജ്ഞന്മാർ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഏതെങ്കിലും സംഗീതജ്ഞരുടെ പേരുകൾ നിങ്ങൾക്കറിയാമോ? അതെ, പുരന്ദരദാസ കവികൾ, ശ്യാമശാസ്ത്രി, മുത്തുസ്വാമി ദീക്ഷിതർ, അതുപോലെ അലൈപ്പായുധ എന്ന് പാടിയ ശ്രീ വെങ്കടകവി, താൻസൻ. അക്ബർ ചക്രവർത്തിയുടെ സദസ്യനായിരുന്നു താൻസൻ. ദീപകരാഗം പാടി ദീപങ്ങൾ ജ്വലിപ്പിക്കുകയും മേഘമൽഹാർ രാഗം പാടി മഴ പെയ്യിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കഥകൾ പറയുന്നുണ്ട്. തേഷു അന്യതമഃ അർവാചീനശ്ച അസ്തി ത്യാഗരാജസ്വാമി. तेषु संगीत उपासकेषु अन्यतमः अर्वाचीनः च अस्ति त्यागराजस्वामी। अर्वाचीनः न प्राचीनम् अर्वाचीनं प्राचीनं पഴയത് अर्वाचीनं പഴയത് അല്ലാത്തത്
ത്യാഗരാജസ്വാമിയുടെ കാലഘട്ടം ഏകദേശം 175 വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു. കർണാടക സംഗീതലോകെ കനിഷ്ഠികാധിഷ്ഠിതം സ്ഥാനം അലങ്കരോതി അയം മഹാത്മാ. കർണാടക സംഗീത ലോകത്ത് പ്രഥമ സ്ഥാനം അലങ്കരിച്ചിരുന്നു ഈ മഹാത്മാവ്. ഇവിടെ പ്രഥമ സ്ഥാനം എന്നതിനുപയോഗിച്ചിരിക്കുന്ന പദം കനിഷ്ഠികാധിഷ്ഠിതം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമ്മൾ എണ്ണുമ്പോൾ 1 എന്ന് എണ്ണുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തേത് എന്ന് പറഞ്ഞ് എണ്ണുന്നത് നമ്മൾ ചെറുവിരൽ തൊട്ടാണ്. ചെറുവിരലിന് പറയുന്ന പേരാണ് കനിഷ്ഠ, മോതിരവിരൽ അനാമിക, നടുവിരൽ മധ്യമ, ചൂണ്ടുവിരൽ തർജനി, അങ്കുഷ്ടഃ തള്ളവിരൽ. 5 വിരലിൻ്റെയും പേരുകൾ ഇങ്ങനെയാണ്. സംഗീതജ്ഞം ത്യാഗരാജം അധികൃത്യ ബഹൂനി ഐതിഹ്യാനി പ്രസിദ്ധാനി. സംഗീതജ്ഞനായ ത്യാഗരാജസ്വാമിയെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. തേഷു പ്രസിദ്ധമേകം അത്ര പ്രസ്തൂയത്തെ. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. സാമജവരഗമനാ സാമജവരഗമനാ സാധുവൃ 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 സാരസാബ്ജപാലകാല തീതവിഖ്യാത സാമജവരഗമനാ സാധുവൃ സാരസാബ്ജപാലകാല തീതവിഖ്യാത സാമജവരഗമനാ സാധുവൃ സാരസാബ്ജപാലകാല തീതവിഖ്യാത സാമജവരഗമനാ സാധുവൃ സാരസാബ്ജപാലകാല തീതവിഖ്യാത സാമജവരഗമനാ. सामनि गमज सुधा सामनि गमज सुधा सामनि गमज सुधा सामनि गमज सुधामय गान विचक्षण गुणशील दयालवालमा पालय सामनि गमज सुधामय गान विचक्षण गुणशील दयालवालमा पालय सामनि गमज सुधामय गान विचक्षण गुणशील दयालवालमा पालय सामजवरगमना साधुवृ सारसाब्जपालकाल तीतविख्यात सामजवरगमना. ത്യാഗരാജ കീർത്തനം കേട്ടുവല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. തഞ്ചാവൂർ ദേശസ്ഥഃ കശ്ചിത് ദേവാലയഃ ആസ്വാദകഹൃദയേഷു അപൂർവാം അനിർവചനീയാം അനുഭൂതിം പ്രവർത്തയൻ കശ്ചന സംഗീതജ്ഞഃ തത്ര കീർത്തനമാലപതി സ്മ. സ കൃശഗാത്രോ അപി പ്രതിപചന്ദ്ര ഇവ തേജസ്വി ആസീത്. തസ്യ മുഖാരവിന്ദാത് നിർഗളിതാസു സംഗീത അമൃതധാരാസു നിമഗ്നാഃ തത്രസ്ഥാഃ ആശ്ചര്യഭരിതാഃ അഭവൻ. ആശയം പശ്യന്തു. തഞ്ചാവൂർ ദേശസ്ഥഃ തഞ്ചാവൂർ ദേശേ സ്ഥിതാഃ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന കശ്ചിത് ദേവാലയഃ ഒരു ദേവാലയം, തഞ്ചാവൂരിലെ ഒരു ദേവാലയം എന്ന ആശയം. ആസ്വാദക ഹൃദയേഷു ആസ്വാദക ഹൃദയങ്ങളിൽ അപൂർവാം അനിർവചനീയാം അനുഭൂതി അപൂർവം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത അനിർവചനീയം നിർവചിക്കാൻ കഴിയാത്ത അനുഭൂതിം പ്രവർത്തയൻ അനുഭൂതിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് കശ്ചന സംഗീതജ്ഞ ഒരു സംഗീതജ്ഞൻ തത്ര കീർത്തനമാലപതി സ്മ അവിടെ കീർത്തനമാലപിച്ചിരുന്നു. തത്ര കുത്ര തത്ര ദേവാലയെ
കീർത്തനം ആലപതി സ്മ. ആലപതി വർത്തമാനകാല ക്രിയയാണ്. സ്മ ചേരുമ്പോൾ സ്മയോഗേ ഭൂതകാലാർത്ഥഃ. അതുകൊണ്ട് ആലപതി സ്മ അത് ഭൂതകാല ക്രിയയായിത്തീരുന്നു, ആലപിച്ചിരുന്നു എന്നാണ് അർത്ഥം. സ കൃശഗാത്രോ അപി. അദ്ദേഹം കൃശഗാത്രനായിരുന്നു എങ്കിൽ കൂടിയും പ്രതിഭ ചന്ദ്ര ഇവ തേജസ്വി ആസീത്. ജലത്തിൽ പ്രതിബിംബിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ തേജസ്വിയും ആയിരുന്നു. തസ്യ മുഖാരവിന്ദാത്. തസ്യ ഗായകസ്യ മുഖാരവിന്ദാത്. മുഖമാകുന്ന താമരപ്പൂവിൽ നിന്നും നിർഗളിതാസു ഒഴുകി വന്ന സംഗീതാമൃതധാരാസു. സംഗീതത്തിൻ്റെ അമൃതധാരയിൽ നിമഗ്നാഹ തത്രസ്ഥാഹ ആശ്ചര്യഭരിതാഹ ഭവൻ. അവിടെ നിന്നിരുന്ന ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഗീതധാരയിൽ മുഴുകി ആശ്ചര്യഭരിതരായി നിന്നുപോയി എന്ന് സാരം. തഞ്ചാവൂർ ദേശത്തുള്ള ഒരു ദേവാലയത്തിലെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അവിടെ ഒരു സംഗീതജ്ഞൻ ആസ്വാദകരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കീർത്തനം ആലപിക്കുന്നു. അദ്ദേഹം കൃശഗാത്രനാണെങ്കിൽ കൂടിയും ജലത്തിൽ പ്രതിബിംബിച്ചു കാണുന്ന പൂർണ്ണചന്ദ്രനെ പോലെ തേജസ്വിയും ആയിരുന്നു. ആ ഗായകന്റെ സംഗീതാമൃത ധാരയിൽ ജനങ്ങൾ മുഴുകി സ്വയം മറന്നു നിന്നുപോയി എന്നാണ് ഇവിടെ പറയുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ധന്യവാദ.